അപ്പോൾ സേവ് ചെയ്യുന്നത് മാത്രമല്ല ജീവിതം, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം നാളെ ഒരു ജീവിതം നമുക്ക് ബാക്കിയുണ്ട്, നാളെ നമ്മൾ മുമ്പോട്ട് ജീവിച്ചിരുന്നാൽ നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഉദ്ദേശിച്ച കാര്യം ഇത് മാത്രമാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊരു കാര്യം നമുക്കുണ്ടായിരുന്നു, ഇന്ന് പക്ഷേ അത് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ചിന്തയ്ക്ക് പുറത്ത് ജീവിക്കുന്നതിന് പകരം നമുക്കായി ജീവിക്കുക, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ഗോൾ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഇതൊരു ബേസിക്കായിട്ട് ഓരോ മനുഷ്യനും ചെയ്യേണ്ട കാര്യമാണ്. നിർഭാഗ്യവശാൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല ഇങ്ങനത്തെ കാര്യം, കോളേജിൽ പഠിച്ചിട്ടില്ല, വീട്ടിൽ പറഞ്ഞു തന്നിട്ടില്ല, സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനെപ്പറ്റി നോളജ് ഇല്ലാത്തതിന് പുറത്താണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു പ്രഹസനം എന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ ഒരു 30% മുകളിൽ ആളുകളും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിൻ്റെ പുറത്ത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിൻ്റെ പിന്നാലെ ഓടാതെ സ്വാഭാവികമായ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.